പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാനകി അങ്ങനെ അനിയനോട് പറയാണ്, ഞാൻ അനാമിക മോളെ പോയി വിളിച്ചു കൊണ്ടുവരും എന്ന് പറയും. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ വിളിച്ചു കൊണ്ടുവരണം, അല്ലാതെ കനകയുടെ മക്കൾക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ പോരല്ലോ, ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയല്ലേ അനാമിക മോളും ഇങ്ങോട്ട് വന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു, അമ്മ പോയി വിളിച്ചു കൊണ്ടുവന്നോ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ജാനകി ഇനി ജാനകിക്കുള്ളതെല്ലാം അനാമികയ്ക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് എല്ലാം കൊടുത്തോ, എന്നിട്ട് അവൾ അങ്ങ് ഒഴിവാക്കി വിടുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു അനിയനോട്, നിൻ്റെ ഏട്ടത്തി കാച്ചി വെച്ച പാലാണ് നിൻ്റെ വല്യമ്മ കുടിച്ചത്, എന്നിട്ടിപ്പോൾ അച്ഛനും അമ്മയും അനാമികേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും എന്നായപ്പോൾ കഥകൾ മാറ്റി പറഞ്ഞതാണ്, നിന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ് അവരെന്ന് പറയും. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, എന്നോട് ആരും ഇത് പറയാൻ പറഞ്ഞിട്ടില്ല, അപ്പോൾ എന്നോട് ഈ നിമിഷം വരെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളൊന്നും, ഞാൻ ഇങ്ങനെ യാദൃശ്ചികമായിട്ട് അവർ സംസാരിക്കുന്നത് കേട്ടാണെന്ന് പറയും. അപ്പം അങ്ങനെ നീ കേൾക്കാനിടയായില്ലേ, അത് തന്നെയാണ് അവർക്കും വേണ്ടിയിരുന്നത്, നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിച്ചതാണെന്നൊക്കെ ജാനകി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും അനി പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇനി ഏട്ടത്തിനെ മനസ്സിലാക്കാൻ ഒരുപാട് ഇങ്ങനെ കാലെടുക്കും, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ തർക്കിക്കാനൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ജാനകിയാണെങ്കിലും അനിയനോട് പറയുന്നുണ്ടായിരുന്നു, നീ മനസ്സിൽ കുറിച്ച് വെച്ചോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇനി നന്ദു എന്ന് പറയുന്നവളെ അനന്തപുരിയുടെ പടി കടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞിട്ട് ജാനകിയാണെങ്കിലും അവിടുന്ന് ദേഷ്യത്തിൽ അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ വേണുവിനെയും അനാമികേനെയും രേവതിനെയാണ് കാണിക്കുന്നത്. വേണു ആണെങ്കിലും അനാമികേനോട് പറയുന്നുണ്ടായിരുന്നു, എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു നമുക്ക്, ഇപ്പം അതൊക്കെ തകർന്നു പോയില്ലേ എന്ന് പറയട്ടെ. അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് അവർ സമ്മാനം ഒക്കെ നൽകി സ്വീകരിക്കുന്ന അറിഞ്ഞപ്പോൾ അവിടെ ഉള്ളവരെന്നെ അത് പൊളിച്ചതാണെന്ന് പറയൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എൻ്റെ ഒഴിവിൽ അവൾ കയറി കൂടുമെന്നാണ് എൻ്റെ പേടിയെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ആര് കയറി കൂടിയിട്ടും നമുക്ക് കാര്യമൊന്നും ഇല്ലല്ലോ എന്നാണ് കേട്ടോ വേണു രേവതിയും പറയുന്നത്. അപ്പോൾ എന്തായാലും വേണു പറയുന്നുണ്ടായിരുന്നു, മോൾ ഇപ്പോഴും നിയമപരമായിട്ട് അനിയുടെ ഭാര്യ തന്നെയാണ്, അതുകൊണ്ട് മോൾക്കും ചില അവകാശങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബന്ധം ഒഴിയാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ട് ഒഴിയണമെങ്കിൽ മോൾ പെട്ടെന്ന് അതങ്ങ് ഇങ്ങനെ സാധിപ്പിച്ചു കൊടുക്കരുത്, ഇനിയിപ്പോൾ ബന്ധം ഒഴിഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു കോമ്പൻസേഷൻ കിട്ടണം, അത് നമുക്ക് വാങ്ങിയെടുക്കണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അനാമികയും അതുതന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. അനാമിക പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇങ്ങനെ അവിടെ ഉള്ളവരെല്ലാം എങ്ങനെ വട്ടം കറക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ജലജി അബിയും കൂടെ സംസാരിക്കുകയാണ്. അബി ജലജേനോട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ സൂക്ഷിച്ച് കളിച്ചാൽ നമുക്ക് കളം പിടിക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അതുതന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളതെന്ന് ജലജ പറയുന്നുണ്ടായിരുന്നു. അനാമികേനെ അവിടുന്ന് പുറത്താക്കിയോണ്ട് തന്നെ ഇനിയിപ്പോൾ അനാമികേനെ വെച്ച് കളിക്കാനാണ് കേട്ടോ രണ്ടുപേരും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ തന്നെ അനാമികയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് അബി പറയുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം, നീയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഇവിടെ ആരും അറിയാൻ പാടില്ല എന്ന് അബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ജലജ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് പ്രശ്നം, ഇപ്പോൾ ഞാൻ 2 പെൺകുട്ടികളെ വെച്ചാണ് ഇവിടെ കളിക്കുന്നത്, ഒന്ന് എൻ്റെ ഭാര്യയും ഒന്ന് അനാമികയും. അതുപോലെ തന്നെ നവ്യേനെയാണെങ്കിൽ ഞാനിങ്ങനെ പരമാവധി ചൂട് പിടിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്, അവളുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആദർശിനോട് അവൾക്ക് ഭയങ്കര വെറുപ്പ് എന്ന് പറയാൻ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അനാമിക വിചാരിച്ചാൽ നമുക്ക് പുറം ലോകത്തെ അറിയിക്കാനായിട്ട് പറ്റുമെന്നും പറയുന്നുണ്ട്. പിന്നെ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിയമപരമായിട്ട് അനിയുടെ ഭാര്യ തന്നെയാണ് ഇപ്പോഴും അനാമിക, അതുകൊണ്ട് അവളെ പെട്ടെന്നൊന്നും ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അനാമികയുടെ അച്ഛനൊരു തൊരപ്പനാണ്, അതുകൊണ്ട് തന്നെയാണ് മോളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, ഇവിടുത്തെ സ്വത്തൊക്കെ കണ്ടിട്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും അനാമികേനെ പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോകട്ടോ. പിന്നീട് അനാമികയും അബിയും കൂടെ സംസാരിക്കുകയാണ്. ഈ കാര്യങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അബിക്കാണെങ്കിലും അവിടെ ഒരു വിലയുണ്ടല്ലോ തറവാട്ടിൽ, എൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ എന്ന് അനാമികേനോട് ചോദിക്കുന്നുണ്ട്. അബിയേട്ടൻ്റെ കാര്യത്തിൽ എനിക്കും പലപ്പോഴും ഇങ്ങനെ ഇതൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന് അനാമിക പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അബിക്കാണെങ്കിലും പല കാര്യങ്ങളും ആദർശിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് പറയാൻ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതൊക്കെ പറയുന്നുണ്ടായിരുന്നു അനാമികേനോട്. പക്ഷേ അനാമിക ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട്, അതുകൊണ്ട് നീ വേണം ഇത് ഇങ്ങനെ പുറം ലോകത്തെ അറിയിക്കാൻ, ആദർശിന് പരിചയമില്ലാത്ത 2-3 മീഡിയക്കാരുടെ നമ്പർ ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നീ വേണം ഇനി എല്ലാവരെയും അറിയിക്കാൻ, അവനങ്ങനെ ആളായി നടക്കണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. ചന്തുമോളുടെ ഇപ്പോൾ അനന്തപുരിയിലുള്ള ചന്തുമോളുടെ അച്ഛൻ അവനാണെന്ന് നീ ഇങ്ങനെ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ ഇത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ നിനക്ക് രംഗപ്രവേശം ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് അബിയാണെങ്കിലും അനാമികേനോട് പറയുന്നുണ്ടായിരുന്നു, പാരമ്പര്യമായിട്ടുള്ളൊരു ജ്വല്ലറിയാണല്ലോ നമ്മുടേത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിക്കുന്നുണ്ട്, അപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ MDയുടെ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ എല്ലാവരും ഒന്ന് അറിയണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മനസ്സിലും ഇങ്ങനെ അബിയേട്ടൻ പറഞ്ഞില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും ഇങ്ങനെ ആക്റ്റീവ് അല്ലാത്ത സമയത്തായിരുന്നല്ലോ മൂർത്തീസ് ജ്വല്ലറിയുടെ വളർച്ച, ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ എന്ന് പറയും. പിന്നെ നൈന എന്ന് പറയുന്നവളുണ്ടല്ലോ, അവളും ഇപ്പോൾ വലിയ ഡിസൈനറായിട്ടൊക്കെ നിൽക്കല്ലേ, അപ്പോൾ അവളും നാണം കെടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ
ചേർന്ന് ആദർശിനെ നാണം കെടുത്താനുള്ള പരിപാടിയാണ്, മീഡിയയിൽ കൂടെ എല്ലാം അറിയിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം അനാമിക അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ അബിക്കാണെങ്കിലും നല്ല സന്തോഷമാണ്. പിന്നെ അനാമികയോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് 3 ബ്രാഞ്ച് കൊടുത്തപ്പോൾ എനിക്കാണെങ്കിലും 1 ബ്രാഞ്ചാണ് തന്നത്. ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതെപ്പോഴും പിന്നെ സംസാരത്തിൽ പറയുന്നതാണല്ലോ അബി എല്ലാവരോടും. അനാമികയാണെങ്കിലും ആ കുടുംബത്തിലുള്ളവരെ എങ്ങനെയൊക്കെ അവഹേളിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ടാട്ടോ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അപ്പം അബിയാണെങ്കിലും നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്. അനാമിക അത് കഴിഞ്ഞ് പിന്നെ രാകേഷിനെയും വിഘ്നേഷിനെയാണ് കാണിക്കുന്നത്. അനിയനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അനി അപ്പോഴേക്കും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അനിയനോട് തന്നെ ചോദിക്കും, നിന്നെന്താ വിളിച്ചിട്ട് കിട്ടാത്തത് എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ ഫോൺ വാങ്ങിച്ച് വെച്ച കാര്യമൊക്കെ അനി അവരോട് പറയുന്നുണ്ടായിരുന്നു. നന്ദുവിനെയും വിളിക്കാൻ പറ്റുന്നില്ല, നിങ്ങളെയും വിളിക്കാൻ പറ്റുന്നില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതിന് നമുക്കൊരു പുതിയ ഫോൺ വാങ്ങിച്ചാൽ പോരെയെന്ന് അനിയനോട് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഫോൺ വാങ്ങിക്കാൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പുതിയ സിം എടുക്കുമ്പോൾ നന്ദുവിന് ആ നമ്പർ പറഞ്ഞു കൊടുക്കണ്ടേ, അവൾക്ക് എന്നെ വിളിക്കാനൊക്കെ പറ്റണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്താ, ഞങ്ങളുടെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് നീ അവൾക്കൊരു മെസ്സേജ് അയച്ചോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരാളുടെ ഫോൺ അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനിക്കാണെങ്കിലും. അപ്പോൾ അനിയാണെങ്കിലും നന്ദുവിന് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. നന്ദു ആണെങ്കിലും ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു മെസ്സേജ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നന്ദു എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അനിയുടെ മെസ്സേജ് ആയിരിക്കും. ഫോണൊക്കെ അമ്മ വാങ്ങിച്ച് വെച്ചതുകൊണ്ടാണ് ഞാൻ ഒന്നും വിളിക്കാത്തതും മെസ്സേജ് ചെയ്യാത്തതും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. അനാമികേനെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയട്ടോ. അപ്പം മുത്തശ്ശൻ തന്നെയാണ് അവളെ പുറത്താക്കിയത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ റൂട്ട് ക്ലിയർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു. അത് കേൾക്കുന്ന സമയത്ത് നന്ദുവിന് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അനിയുടെ കോളും മെസ്സേജും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലേ അമ്മ ഫോൺ വാങ്ങി വെച്ചതുകൊണ്ടാണ് അവൻ എനിക്ക് മെസ്സേജ് അയക്കാതിരുന്നതും കോൾ ചെയ്യാതിരുന്നതും പാവം എന്നൊക്കെ ഇങ്ങനെ നന്ദു മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ അനീനെ കുറിച്ച്. അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശനാണെങ്കിലും അനാമികയും ആ പയ്യനും തമ്മിലുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും കാണുന്നുണ്ട്. അപ്പോൾ ആദർശ് ഇപ്പോഴാണ് കേട്ടോ മുത്തശ്ശിനെയൊക്കെ അത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ നേരത്തെ കാണിക്കേണ്ടതായിരുന്നു, അപ്പോൾ അതെന്താ കാണിക്കാതിരുന്നതെന്ന് ആദർശിനോട് ചോദിക്കുമ്പോൾ വീട്ടിനുള്ളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് സോൾവ് ആയി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുത്തശ്ശിനെയൊന്നും ഇത് അറിയിക്കാതിരുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് ഒരു വലിയ തെറ്റ് തന്നെയായി പോയി. അനാമികയും ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ തുടക്കത്തിൽ ഇത് അറിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. പിന്നെ അനാമിക അമ്മയും കൂടിയാണ് പാലിൽ വിഷം ചേർത്തെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവളെ ഞങ്ങൾ മനസ്സിൽ നിന്ന് പുറത്താക്കി. ഇനി എന്തായാലും അങ്ങനെ ഒരു ഇവിടെ വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അനിക്ക് വേണ്ടിയിട്ട് വേറൊരു പെൺകുട്ടീനെ കണ്ടെത്തുകയാണെങ്കിലും നല്ലോണം ആലോചിച്ചിട്ടും ആ പെണ്ണിൻ്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് വേണം അങ്ങനൊരു ബന്ധം നീ കണ്ടെത്തി കൊടുക്കാനും നിൻ്റെ അനിയനെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ കാലത്തെ അച്ഛനും അമ്മമാരും നന്നായാലേ മക്കളും നന്നാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പെൺകുട്ടികളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് മുന്നേ അച്ഛനമ്മമാരെ കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമികേനെ ഇനി അവിടെ വേണ്ടാന്ന് തന്നെയാണ് കേട്ടോ മുത്തശ്ശൻ്റെ തീരുമാനം. അപ്പം നയന പറയുന്നുണ്ടായിരുന്നു, അനാമികയ്ക്ക് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അറിയാലോ, ഇനിയിപ്പോൾ അവൾ ഇത് പുറത്ത് ആരെങ്കിലും അറിയിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്ന് നയന പറയുന്ന സമയത്ത് അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ അവളങ്ങ് അറിയിച്ചോട്ടെ. പലതും നമ്മൾ ഇങ്ങനെ പുറമേ ഉള്ളവരെ പേടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയിക്കാതെ പലതും കൊണ്ട് നടക്കും. പിന്നെ എല്ലാവരും അത് അറിയുകയും ചെയ്യും. പിന്നെ ഒരു പൊട്ടിത്തെറിയിലൂടെ എല്ലാവരും അറിയുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ അതൊന്നും ഒരു പ്രശ്നമല്ല. മുത്തശ്ശൻ പറയുന്നത് അനീനെ പോലെ ഒരു പയ്യൻ അനാമികയെ പോലെ ഒരുത്തിൻ്റെ കൂടെ ജീവിക്കേണ്ടെന്ന് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിലും അനിയുടെ ജീവനും ചിലപ്പോൾ അപകടത്തിലാവും എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പ്രേമിച്ച് നടന്നിട്ട് ഒരാൾ മറ്റൊരാളെ വിഷം കൊടുത്ത് കൊല്ലുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാമികയും ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് അത് നന്നായി എന്നാണ് കേട്ടോ മുത്തശ്ശൻ പറയുന്നത്. പിന്നീട് നന്ദു ആണെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് നന്ദുവിൻ്റെ പ്രതിരൂപത്തിനോട് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നന്ദുവിൻ്റെ പ്രതിരൂപം അങ്ങോട്ടും ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നന്ദുവിനോട്, അവനൊന്ന് മെസ്സേജ് ചെയ്യാതിരുന്നപ്പോഴും കോള് വിളിക്കാതിരുന്നപ്പോഴും ഒക്കെ നീ എന്തുമാത്രം വിഷമിച്ചു, പക്ഷേ നിങ്ങൾക്ക് തമ്മിൽ ഒരുമിക്കാൻ പറ്റില്ലല്ലോ, എല്ലാവരും ഈ ബന്ധത്തിന് എതിരല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുമിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്ദും ഇങ്ങനെ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ണാടി നോക്കിയിട്ട്, അതെ അതുവരെ കാത്തിരിക്കാം എന്നിങ്ങനെ നല്ല സന്തോഷത്തിൽ മനസ്സിൽ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കനകയാണെങ്കിലും അനാമികേനെ അതുപോലെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ കാര്യം ഗോവിന്ദനോട് പറയാണ് കേട്ടോ. നൈനമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അനാമികേനെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പറഞ്ഞത്. അതും മൂർത്തി സാർ തന്നെയാണ് പുറത്താക്കിയത് എന്ന് പറയും. അപ്പോൾ ഗോവിന്ദൻ അത് നന്നായി തന്നെയാണ് കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഇനിയിപ്പോൾ അങ്ങനെ അനാമിക പുറത്ത് പോയിട്ടുണ്ടെങ്കിലും ഇനി എനിക്കിങ്ങനെ നന്ദുവിനോടുള്ള സ്നേഹം കൂടെയുള്ളൂ, കുറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നന്ദുവിൻ്റെ പിറകെ നടക്കും അവൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നന്ദുവിന് നല്ല കല്യാണാലോചനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നടത്താം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് നന്ദു അവിടെ മാറി നിൽക്കുകയാണെങ്കിലും ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ കുറച്ച് പയ്യന്മാരുടെ ജാതകമായിട്ട് ജ്യോത്സ്യരുടെ അടുത്ത് പോയിരുന്നു, പക്ഷേ ഒന്നും അങ്ങ് ഒത്തു വരുന്നില്ല എന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല ജ്യോത്സ്യർ ഇപ്പോഴും തറപ്പിച്ച് പറഞ്ഞു
പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നന്ദൂട്ടൻ സ്നേഹിച്ച പയ്യനെ തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ പയ്യനാണ് ഇങ്ങനെ അവളോട് സ്നേഹം, അവൾക്ക് തിരിച്ച് അങ്ങോട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ജ്യോത്സ്യർ എന്നോട് തർക്കിക്കുകയാണ്. അയാൾ പറഞ്ഞ കാര്യം അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്തതാണെന്ന് പറയട്ടോ. അവരുടെ മനസ്സുകൾ തമ്മിൽ ഒരുമിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അവരെ പിരിക്കാൻ ആർക്കും പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഇനി അത് ഇങ്ങനെ ആരോടും പറഞ്ഞ് നടക്കൊന്നും വേണ്ട. നമ്മൾ ആദർശിൻ്റെയും നയനയുടെയും അതുപോലെ തന്നെ കല്യാണം നടത്തിയത് ഇങ്ങനെ ജാതകം നോക്കിയിട്ടൊന്നല്ലല്ലോ, അത് യാദൃശ്ചികമായിട്ട് നടന്ന കാര്യമല്ലേ എന്ന് പറയും. അതിനുശേഷം നമ്മൾ നയനമോളുടെയും ആദർശിൻ്റെയും ജാതകം നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഗോവിന്ദേട്ട. അവരുടെ ജാതകമാണെങ്കിൽ എത്രയും നല്ല പൊരുത്തമുള്ളതാണ്. ഇങ്ങനൊരു ജാതകം ഇങ്ങനെ അപൂർവം ചിലർക്കേ ഉണ്ടാവുള്ളൂ എന്നും അന്ന് ജ്യോത്സ്യർ പറഞ്ഞില്ലേ. പിന്നെ അബിയുടെയും അതുപോലെ തന്നെ നവ്യയുടെയും ജാതകം തമ്മിലാണ് പൊരുത്തമില്ലാത്തതെന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദും അനിയും തമ്മിൽ ഒന്നിക്കുമോ എന്നുള്ളൊരു പേടി അവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവർ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദുവിനാണെങ്കിലും അവരുടെ മനസ്സുകൾ തമ്മിൽ ഒരുമിച്ചു എന്നൊക്കെ ഇങ്ങനെ ജ്യോത്സ്യർ പറഞ്ഞു. ഇനിയിപ്പോൾ അവരെ പിരിക്കാൻ ആർക്കും പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നന്ദൂട്ട് സ്നേഹിച്ച പയ്യനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നും അയാൾ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ കനക പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ കേട്ടിങ്ങനെ നല്ല സന്തോഷിച്ചിങ്ങനെ നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.